പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 നവംബർ മാസം 2-ാം തീയതി നമ്മുടെ പ്രത്യേക പ്രാർത്ഥനാ ദിവസങ്ങളുടെ 2-ാം ദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ സ്വർഗ്ഗപിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല. നോർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ സൂക്ഷിച്ചത്. ആ കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയിരിക്കുന്ന കൃപകൾക്കായിട്ട് കരം ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന്, ഹല്ലേലൂയ, അതിശയമായി നടത്തുന്ന കർത്താവിന്, ശ്രേഷ്ഠമായി നടത്തുന്ന കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാം, കർത്താവേ സ്തോത്രം 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 സ്തോത്രം. അപ്പ ഇന്നലത്തെ മീറ്റിങ്ങും അനുഗ്രഹമാക്കി തീർത്തല്ലോ. അങ്ങയുടെ കൃപ ഇന്നലത്തെ മീറ്റിങ്ങിൽ നിറഞ്ഞ് കവിഞ്ഞു. അങ്ങ് കൂട്ടിവരുത്തി ഞങ്ങളുടെ മക്കൾക്കായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളോട് ഇടപെട്ട വിധങ്ങൾക്കായിട്ട് സ്തോത്രം. ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവിന് ഞങ്ങൾ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനക്കാരൻ 118-ാം സങ്കീർത്തനം 24-ാം വാക്യത്തിൽ പറയും, ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ നോക്കി ഡിക്ലെയർ ചെയ്യുന്നു, ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ദിവസമായി തീരട്ടെ. സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ദിവസമായി മാറട്ടെ. അതിന് വിരുദ്ധമായി നിൽക്കുന്ന എല്ലാം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം. അങ്ങ് കരുണയും കൃപയും ദീർഘക്ഷമയും മഹാദയുള്ള ദൈവമാകിയാൽ സ്തോത്രം. അങ്ങേ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അങ്ങ് സമീപസ്ഥനായ ദൈവമാകിയാൽ സ്തോത്രം. ഇന്ന് ഈ പ്രഭാതയാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു, ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. അതിനകത്ത് രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ അയൺ ഡെഫിഷ്യൻസി സിൻഡ്രോമും, ആമേൻ, അയൺ ശരീരത്തിൽ നിന്ന് കുറഞ്ഞ് ഉണ്ടായിരിക്കുന്ന സകല ബുദ്ധിമുട്ടുകളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ എല്ലാ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഡിസീസുകളും നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ സൗഖ്യമാകട്ടെ. അത് മുഖാന്തരം സ്കിന്നിലുണ്ടായിരിക്കുന്നതായ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. പൂർണ്ണ ആരോഗ്യവും സമാധാനവും സ്വസ്ഥതയും തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം. എല്ലാ വിധത്തിലും കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ കരം തൻ്റെ കുഞ്ഞുങ്ങൾ ഈ ദിവസങ്ങളെ കാണുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. യഹോവ റാഫയായി ഞങ്ങളുടെ കൂടെയുള്ളതിന് സ്തോത്രം. യഹോവ റാഫയായി ഞങ്ങളുടെ കൂടെയുള്ളതിന് സ്തോത്രം. യു ആർ അവർ ഗ്രേറ്റ് ഫിസിഷ്യൻ. അങ്ങാണ് ഞങ്ങളുടെ വൈദ്യൻ. അങ്ങ് ഞങ്ങളെ സൗഖ്യമാക്കിയതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവേ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, നാളുകളായി മാസങ്ങളായി ശമ്പളമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വഴികൾ തുറന്നു വരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വഴികൾ തുറന്നു വരട്ടെ. അതുപോലെ കർത്താവേ, ഞങ്ങൾ വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ വിവാഹം തക്ക സമയത്ത് നടക്കുവാൻ കർത്താവ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവർക്ക് അതിന് ആവശ്യമായ ജ്ഞാനവും ബുദ്ധിയും വിവേകവും കൊടുത്ത് അനുഗ്രഹിക്കണം. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപ അവരോടുകൂടെ ഇരിക്കട്ടെ. ദൈവ സാന്നിധ്യം അവരോടുകൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തെമ്പാടും വലിയ ഒരു ഉണർവിന് വേണ്ടി കർത്താവ് ഒരുക്കണം. പ്രത്യേകിച്ച് നമ്മുടെ മീറ്റിങ്ങുകളെ അനുഗ്രഹിക്കുന്നു. ആദ്യ ദിവസത്തെ അനുഗ്രഹിച്ചതിന് സ്തോത്രം. രണ്ടാമത്തെ ദിവസവും ഏറ്റവും ബ്ലെസ്ഡ് ആയിത്തീരണം, അനുഗ്രഹമായി തീരണം. അസാധാരണമായ ആത്മീക അനുഭവങ്ങൾ പ്രാപിപ്പാൻ കർത്താവെ സഭയെ ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം. സകല മഹത്വവും പുകഴ്ചയും അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ ഇരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആമേൻ. വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. ഇന്നലെ പങ്കെടുത്തവർക്കറിയാം, എല്ലാവരുടെയും ജീവിതത്തിൽ ഇന്നലത്തെ മീറ്റിംഗ് അനുഗ്രഹമായിരുന്നു. അതുകൊണ്ട് കഴിവതും ഹാളിൽ വന്നു പങ്കെടുക്കാൻ കഴിയുന്ന എല്ലാവരും അവിടെ തന്നെ വന്നു പങ്കെടുക്കണം. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങളാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത്. ഈ പ്രത്യേക മീറ്റിങ്ങുകളുടെ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഉള്ളിൽ ആത്മനിയോഗങ്ങൾ പ്രാപിപ്പാനും ആത്മീക നിറവ് പ്രാപിപ്പാനും
ഒരു വലിയ ആഗ്രഹമുണ്ടാകണം. 1-10-11 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കാം. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫോസോസ്, സ്മുർന, പെർഗമോസ്, തയുത്തര, സെർദിസ്, ഫിലദെൽഫിയ, ലവോദിക്ക എന്നീ 7 സഭകൾക്കും അയക്കുക എന്ന് കാഹളത്തിനൊത്ത ഒരു മഹാനാദം എൻ്റെ പിറകിൽ കേട്ടു. ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് അപ്പോസ്തലനായ യോഹന്നാൻ താൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനവും താൻ യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ നാട് കടത്തപ്പെട്ടിരിക്കുന്ന അനുഭവമാണ്. അവിടെ വെച്ചാണ് താൻ ഈ വാക്യം എഴുതുന്നത്. അവിടെ വെച്ച് അദ്ദേഹം പറയുകയാണ്, ആ പ്രതികൂല സാഹചര്യത്തിൽ ഞാൻ ഡിപ്രസ്ഡായെന്നല്ല പറയുന്നത്, എനിക്ക് കംപ്ലൈൻ്റ് ഉണ്ടെന്നല്ല പറയുന്നത്, അയ്യോ ഞാൻ നിരാശപ്പെട്ട് തളർന്നു പോയി എന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേല എന്നല്ല പറയുന്നത്. അദ്ദേഹം പറയുക, ഞാൻ ആത്മാവിൽ നിറഞ്ഞു. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ആത്മവിവശത എന്ന് പറഞ്ഞാൽ ആത്മാവിനാൽ കൺട്രോൾഡായി. ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന ഈ നാച്ചുറൽ ഡയമെൻഷനിൽ നിന്നും വേറൊരു ഡയമെൻഷനിലേക്ക്, ഒരു സൂപ്പർ നാച്ചുറൽ ഡയമെൻഷനിലേക്ക് പ്രവേശിച്ചു, അല്ലെങ്കിൽ സ്പിരിച്വൽ ഡയമെൻഷനിലേക്ക് പ്രവേശിച്ചു. ആമേൻ. അവിടെ വെച്ചാണ് അദ്ദേഹം നാച്ചുറൽ ഡയമെൻഷനിൽ ഇരുന്നുകൊണ്ട് സ്വർഗീയമായത് കാണാൻ പറ്റത്തില്ല, നാച്ചുറൽ ഡയമെൻഷനിൽ ഇരുന്നുകൊണ്ട് സ്വർഗീയമായത് കേൾക്കാൻ പറ്റത്തില്ല. അദ്ദേഹം നാച്ചുറൽ ഡയമെൻഷനിൽ നിന്ന് മാറി സൂപ്പർ നാച്ചുറൽ ഡയമെൻഷനിൽ കയറിയപ്പോഴാണ് സ്വർഗീയമായ ശബ്ദം കേൾക്കുവാൻ അദ്ദേഹത്തിന് ഇടയായത്. അപ്പം ഇതിനകത്തുനിന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു, ആ പ്രതിസന്ധിയുടെ നടുവിൽ അദ്ദേഹം ആത്മാനിയോഗം പ്രാപിച്ച് ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ വെളിപ്പാട് പുസ്തകം എന്ന ഈ ഏറ്റവും വലിയ ആ പ്രവാചനിക പുസ്തകം ഉരുവാകുവാൻ ഇടവന്നു. ഇതിനകത്തുനിന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുക, ഈ ദിവസങ്ങളിൽ നമുക്കും ഭയങ്കര ദാഹമുണ്ടാകണം. ഈ ദാഹമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവസാന്നിധ്യത്തെ കൊണ്ടുവരുന്നതും ദൈവിക അനുഭവങ്ങളെ നമുക്ക് തരുന്നതും. ദാഹമാണ് നമുക്ക് വെളിപ്പാടുകളെ കൊണ്ടു തരുന്നത്. ആഗ്രഹങ്ങളാണ് നമ്മുടെ മുമ്പിൽ പുതിയ റിലത്തെ ഓപ്പണാക്കി തരുന്നത്. ആത്മാവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു എങ്കിൽ ഏതവസ്ഥയിലും നമുക്ക് അത് അനുഭവിക്കുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഈ ആത്മനിറവിൽ എത്തുന്നത് വരെ നമ്മുടെ ആ സ്പിരിച്വൽ ജേർണിക്ക്, നമ്മുടെ ആത്മീക ജീവിതത്തിന് ഒരു പരിധികളുണ്ട്. എന്നാൽ ആത്മാവിൽ നിറയണമെന്നുള്ള ദാഹത്തോടുകൂടെ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ യാത്ര വേറെ ഒരു ലെവലിലേക്കായി മാറും. ആ യാത്രയിൽ നമുക്ക് ദൈവിക അനുഭവങ്ങൾ പ്രാപിപ്പാൻ, ദൈവിക സാന്നിധ്യം പ്രാപിപ്പാൻ, ദൈവിക ശബ്ദം കേൾക്കുവാൻ, ദർശനങ്ങൾ പ്രാപിക്കുവാനൊക്കെ കഴിയും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമുക്കതിനൊരു ആഗ്രഹമുണ്ടാണ്. യോഹന്നാനെ സംബന്ധിച്ച് യോഹന്നാൻ ഫിസിക്കലി നോക്കിയാൽ യോഹന്നാൻ തനിച്ചാണ് ആയിരിക്കുന്നത് ഇവിടെ പത്മോസ് ദ്വീപിൽ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായ ആത്മീക ദാഹം, ആഗ്രഹം എന്തുണ്ടാക്കി? അദ്ദേഹത്തെ അടുത്ത ലെവലിലേക്ക് ഉയർത്തുവാൻ കാരണമായി. അതുകൊണ്ട് ഈ പ്രാർത്ഥനകളുടെയും ഈ ഉപവാസത്തിൻ്റെയും അടുത്ത 4 ദിവസങ്ങൾ നമ്മുടെ ഉള്ളിൽ വലിയ ദാഹമുണ്ടാകണം. പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങേയ്ക്കായി ദാഹിക്കുന്നു, എനിക്ക് അങ്ങയെ കൂടുതലായി അറിയണം, അങ്ങയാൽ കൂടുതലായി നിറയണം, അങ്ങിൽ നിന്ന് കൂടുതൽ പ്രാപിക്കണം എന്ന വലിയൊരു ആഗ്രഹത്തോടു കൂടെ ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, അടുത്ത ലെവലിലേക്ക് ഉയരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? തനിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ആരാധനയ്ക്ക് വരുന്നതിന് ശേഷമുള്ള പ്രാർത്ഥന മാത്രം പോരാ. ദിവസവും അറ്റ്ലീസ്റ്റ് ഈ ദിവസങ്ങളിൽ അല്പസമയം മാറിയിരുന്ന് തനിച്ചിരുന്ന് കർത്താവിനോട് പറയണം, പരിശുദ്ധന്മാവേ, അങ്ങനെ സഹായിക്കണമേ, അങ്ങനെ നിറയ്ക്കണമേ. ഹല്ലേലൂയ. ആഴമായി പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറാകണം. വീണ്ടും വീണ്ടും ചോദിക്കണം, എന്നെ നിറച്ചാട്ട്, എന്നിൽ ആ ആത്മാവിൻ്റെ കൺട്രോൾ ഉണ്ടാകട്ടെ, എൻ്റെ അവയവങ്ങളെല്ലാം ആത്മാവിനാൽ നിറയട്ടെ, എൻ്റെ മനസ്സ്, എൻ്റെ ചിന്തകൾ, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം പരിശുദ്ധാത്മാവിനാൽ കൺട്രോൾഡ് ആകട്ടെ എന്ന വലിയൊരു ആഗ്രഹം ഉണ്ടാകും. അതുപോലെ അപ്പോസ്തല പ്രവൃത്തിയിൽ ഈ ആത്മാവിൻ്റെ ഇടപെടലുകൾ ഉണ്ടായ ഭാഗങ്ങൾ ദിവസവും അല്പമായി വായിക്കുക. ഓരോ ഭാഗങ്ങൾ നിർത്തി വായിക്കുക. എന്നിട്ട് പാടി ദൈവത്തെ സ്തുതിക്കുക. ആ പ്രസൻസിനാൽ നിറയുന്നത് വരെ എന്ത് ചെയ്യണം? പാടി ദൈവത്തെ സ്തുതിക്കണം. മറ്റുള്ള ഡിസ്ട്രാക്ഷൻസുകളൊക്കെ ഒഴിവാക്കുക. അതുപോലെ ഈ ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുന്നവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ തയ്യാറാകുക. എന്നിട്ട് സന്തോഷത്തോടെ ദൈവത്തെ സേവിക്കുക. അപ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ? നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. ആ കാര്യങ്ങൾ ഉയർത്തിപ്പറിച്ചിട്ട് പറയാം, പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ആ യോഹന്നാൻ നിറഞ്ഞതുപോലെ ഞാനും നിറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ ശബ്ദത്തിനായിട്ട് ഞാൻ കൊതിക്കുന്നു. അങ്ങയുടെ ലീഡിങ് എൻ്റെ ലൈഫിൽ ഉണ്ടാകട്ടെ. അങ്ങയുടെ ശക്തിയാൽ ഞാൻ നിറയട്ടെ.
ആമേൻ, എന്നെ നിറച്ച് അങ്ങ് ഒരു അത്ഭുതമാക്കുന്നതിനായിട്ട് ഞാൻ അങ്ങേക്ക് നന്ദി പറയാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പ്രത്യേക പ്രാർത്ഥനകളുടെ ദിവസങ്ങൾ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രത്യേക ആത്മീക അനുഭവങ്ങൾ ഉണ്ടാകുവാൻ, പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ, ആത്മവിവശതകൾ സംഭവിക്കുവാൻ ഇടവരണം. ഞങ്ങളുടെ പ്രത്യേക പേഴ്സണൽ പ്രയർ ടൈമിലും, ഞങ്ങളുടെ ഭവനത്തിനകത്തിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും, ഞങ്ങൾ ആലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴും ആത്മാവിൽ നിറയുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ആത്മാവിൽ നിറഞ്ഞ ദർശനങ്ങളെ കാണുവാൻ, ദൈവശബ്ദം കേൾക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. വലിയൊരു ആത്മദാഹം യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.